everyone, welcome to Kids Area Online. അഞ്ചാം ക്ലാസ്സിൽ മാത്സ് എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവരും ആൻസർ എഴുതിയോ? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാലോ. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. First question, two circles of radius 2 centimeters each are drawn in a rectangle adjacent to each other. ഇവിടെ നോക്കിയേ, ഇവിടെ 2 സെന്റിമീറ്റർ റേഡിയസ് ആണ്. ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ് 2 സെന്റിമീറ്റർ. അപ്പോൾ അതിന്റെ ഇവിടെ എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ. ഇവിടെ എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ. First question, what is the height of the rectangle? റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ റേഡിയസ് 2 സെന്റിമീറ്റർ, ഇങ്ങോട്ടും റേഡിയസ് 2 സെന്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 2 പ്ലസ് 2 സെന്റിമീറ്റർ പ്ലസ് 2 സെന്റിമീറ്റർ എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് ആൻസർ. What is the length of the rectangle? ലെങ്ത് എത്രയാണ്? 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ, ഹൈറ്റ് 4 സെന്റിമീറ്റർ, ഹൈറ്റ് വരുന്നത് 4 സെന്റിമീറ്ററും ലെങ്ത് വരുന്നത് 8 സെന്റിമീറ്ററും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തന്നെ സി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സി ക്വസ്റ്റ്യൻ വരുന്നത് which of the following statement are correct about the rectangle? റെക്ടാങ്കിളിനെ കുറിച്ച് ഏത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് കറക്റ്റ്? The radius of the circle and the length of the rectangle are equal. തെറ്റാണ് അല്ലേ? അത് തെറ്റാണ്. ഈക്വൽ അല്ല, തെറ്റാണ്. ഓക്കെ. The length of the rectangle is twice its height. ഹൈറ്റിന്റെ ഇരട്ടിയാണ് ലെങ്ത്. ശരിയാണ്. The height of the rectangle is equal to the radius. No, തെറ്റാണ്. The length of the rectangle is 4 times of radius. Yes, കറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഈസ് ഡി. ഓക്കെ, ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരയ്ക്കാനുള്ളതാണ്. ഡി ക്വസ്റ്റ്യൻ, ഡ്രോ ദ ട്രയാങ്കിൾ യൂസിങ് ദ കോർണേഴ്സ് ഓഫ് ദ സെറ്റ് സ്ക്വയർ വരയ്ക്കാനുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഗിവൺ ആർ ദ പോപ്പുലേഷൻ ഓഫ് സം ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്റ്റേറ്റുകളുടെ പോപ്പുലേഷൻ നൽകിയിട്ടുണ്ട്. വിച്ച് സ്റ്റേറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലേറ്റഡ്? ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? ഇതാണ് മോസ്റ്റ് പോപ്പുലേറ്റഡ്. ഉത്തർപ്രദേശ്. ആൻസർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ആണ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, അതിന്റെ ബി ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് പോപ്പുലേഷൻ നിയർ ടു 7 മില്യൺ? 7 മില്യൺ എന്ന് പറഞ്ഞാൽ 70 ലാക്ക് ആണ്. 7 മില്യൺ എന്ന് പറഞ്ഞാൽ 70 ലാക്ക്. 70 ലാക്കിന് അടുത്തുള്ള പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? 70 ലാക്കിന് അടുത്തുള്ളത് ഇതാണ് വരിക. 1s, 10s, 100s, 1000, 10,000, lakh, 10 lakh. അപ്പോൾ 70 ലാക്കിനടുത്ത് വരുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഏതാണ് സ്റ്റേറ്റ്? ഏതാണ് 70 ലാക്സിനടുത്ത് വരുന്നത്? ഏതായിരുന്നു? ഹിമാചൽ പ്രദേശ് ആണ് ആൻസർ. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ പോപ്പുലേഷൻ ലെസ് ദാൻ 1 മില്യൺ? 1 മില്യനേക്കാളും കുറവുള്ള പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? എന്താണ്? 10 ലാക്സ്. 10 ലാക്സിനെക്കാളും 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലാക്സ്. അപ്പോൾ 1 മില്യനേക്കാളും പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ് ഏതായിരുന്നു എന്നാണ് ചോദ്യം. 1 മില്യനേക്കാളും പോപ്പുലേഷൻ ഇവിടെയാണ്. 1s, 10s, 100s, 1000, 10,000, lakh. 6 ലാക്കേ ഉള്ളൂ. 10 ലാക്ക് ഉണ്ടോ? ഇല്ല. അപ്പോൾ 1 മില്യനേക്കാളും കുറഞ്ഞത് ഏതാണ്? സിക്കിം ആണ് ആൻസർ. ആൻസർ ഈസ് സിക്കിം.
സിക്കിമാണ് ആൻസർ. സിക്കിം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഡി ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് 2 സ്റ്റേറ്റ് ഈസ് ബിറ്റ്വീൻ 20 ആൻഡ് 21 lakh. വിച്ച് ആർ ദോസ് സ്റ്റേറ്റ്? രണ്ട് സ്റ്റേറ്റുകളെ പോപ്പുലേഷൻ തമ്മിൽ കൂട്ടുമ്പോൾ 20 lakhനും 21 lakhനും ഇടയിൽ കിട്ടും. അപ്പോൾ രണ്ട് സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ കൂട്ടുമ്പോൾ 20 lakhനും 21 lakhന്റെ ഇടയിൽ വരും. ആ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഗോവ, അതുപോലെ തന്നെ സിക്കിം, ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20,65,411 കിട്ടും. ഓക്കെ. അപ്പോൾ 20 lakhനും 21 lakhനും ഇടയിൽ വരുന്നത് സിക്കിമും ഗോവയുടെയും പോപ്പുലേഷൻ തമ്മിൽ കൂട്ടുമ്പോഴാണ്. ആൻസർ ഈസ് സിക്കിം ആൻഡ് ഗോവ. സിക്കിം ആൻഡ് ഗോവയാണ് ആൻസർ. ഓക്കെ. അതിൽ ഈ ചോദ്യം നോക്കാം. Which of the 3 states with least population written in order from smallest to largest? സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലോട്ട് വരുമ്പോൾ ഓർഡർ ഏതാണ്? ലീസ്റ്റ് പോപ്പുലേഷൻ്റെ ആണ് കേട്ടോ. ലീസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ലീസ്റ്റ് പോപ്പുലേഷൻ ഏറ്റവും കുറവ് നമുക്കറിയാം സിക്കിമാണ്. ഏറ്റവും കുറവ് സിക്കിമാണ്. ഏറ്റവും കുറവ് സിക്കിം. രണ്ടാമത് ഏറ്റവും കുറവ് വരുന്നത് ഗോവയാണ്. കാരണം ഇവിടെ 14 lakhsേ ഉള്ളൂ, ഇവിടെ 68 lakhs ഉണ്ട്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഗോവയാണ്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഹിമാചൽ പ്രദേശാണ്. ഓക്കെ. അപ്പോൾ സിക്കിം, ഗോവ, ഹിമാചൽ പ്രദേശാണ് ആൻസർ. സിക്കിം, ഗോവ, ഹിമാചൽ പ്രദേശ്. ബി ആണ്, ഓപ്ഷൻ ബി. സിക്കിം, ഗോവ, ഹിമാചൽ പ്രദേശ്, ഇതാണ് ആൻസർ. ഓക്കെ. എല്ലാവരും ആൻസർ എഴുതിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. How many 4-digit numbers are there below 5,000? 5,000ന് താഴെ എത്ര 4-digit നമ്പർ ഉണ്ട്? 4-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5,000ന് താഴെ വരുമ്പോൾ 4,999 ആണ്. അപ്പോൾ അതുവരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3,999 ആണ് ആൻസർ. ഓക്കെ. 3,999 ആണ് ആൻസർ. 3 ക്വസ്റ്റ്യൻ്റെ 3 എയുടെ ആൻസർ ആണ് 3,999. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം. ദ ലാർജസ്റ്റ് 5-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് 32547. ഈ 5 സംഖ്യകൾ വെച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 5-digit നമ്പർ ഏതാണ്? ഏറ്റവും വലുതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ നമ്പർ ആദ്യം എഴുതുക. 7. 7 കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ 5. 7ഉം 5ഉം കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ 4. 754 കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ 3. 7543 കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പറാണ് 2. അപ്പോൾ ആൻസർ ഈസ് 75,432. 75,432 ആണ് ലാർജസ്റ്റ് 5-digit നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ ഹാവിംഗ് ദ സം ഓഫ് ദ ഡിജിറ്റസ് 4. ലാർജസ്റ്റ് 3-digit നമ്പർ, പക്ഷേ അതിൻ്റെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 4 ആൻസർ കിട്ടണം. ഓക്കെ. ലാർജസ്റ്റ് 3-digit നമ്പർ ആയിരിക്കണം, തമ്മിൽ കൂട്ടുമ്പോൾ 4 ആൻസർ കിട്ടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ് ലാർജസ്റ്റ് 3-digit നമ്പർ? അപ്പോൾ 220 കൂട്ടുമ്പോൾ 4 ആൻസർ കിട്ടും, പക്ഷെ അതല്ല ഏറ്റവും വലുത്. ഏറ്റവും വലിയ 3-digit നമ്പർ ആണ് ചോദിക്കുന്നത്. ഏറ്റവും വലിയ 3-digit നമ്പർ 4 കൂട്ടുമ്പോൾ 4 കിട്ടുന്ന ഏറ്റവും വലിയ 3-digit നമ്പർ 400 ആണ്. 4 + 0 + 0. Answer is 4. Okay. Next question D ആണ്. 34143 പാലിൻഡ്രോമിക് നമ്പർ ആണ്. ഇങ്ങോട്ട് വായിക്കുമ്പോഴും അങ്ങോട്ട് വായിക്കുമ്പോഴും ഒരുപോലെ ഇരിക്കും. പാലിൻഡ്രോമിക് നമ്പർ. റൈറ്റ് അനദർ 5-digit പാലിൻഡ്രോമിക് നമ്പർ യൂസിങ് ദ സെയിം ഡിജിറ്റ്സ്. ഈ ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ പുതിയൊരു പാലിൻഡ്രോമിക് നമ്പർ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ 34. അപ്പോൾ 3യുടെ സ്ഥലത്ത് എന്ത് ചെയ്യാം? നമുക്ക് 4 കൊടുക്കാം. 4ന്റെ സ്ഥലത്ത് നമുക്ക് 3 കൊടുക്കാം. 1 3 4. ഇങ്ങനെ ഇങ്ങോട്ട് വായിക്കും 43134 43134. ഇത് പാലിൻഡ്രോമിക് നമ്പർ. അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ സെയിം ആയിരിക്കണം. ഓക്കെ. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം. 3ന്റെ ഈ നോക്കാം. ഇഫ് ഓൾ ദ 3-digit numbers that can be formed using the digits 4 6 7 are arranged from smallest to largest, which of the following is the number that comes after 476?
4, 6, 7 ഉപയോഗിച്ചുണ്ടാക്കിയ നമ്പേഴ്സിൽ സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലോട്ട് എഴുതുകയാണ്. അപ്പോൾ ഏറ്റവും 4, 6, 7, അത് കഴിഞ്ഞ് വരുന്നത് 4, 7, 6, അടുത്ത് വരുന്നത് 6, 4, 7, അടുത്ത് വരുന്നത് 6, 7, 4, അടുത്ത് വരുന്നത് 7, 4, 6, 7, 6, 4. ഇതാണ് നമ്പേഴ്സ്. ഇവിടെ ചോദിക്കുന്നത് 476 ശേഷം വരുന്നത് ഏതാണ്? 476 ശേഷം വരുന്നത് 647. 647. ഓക്കെ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുമ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 4-ന് എയും ബിയും പാർട്ട് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് 4A നോക്കാം ഫസ്റ്റ്. Look at the method of finding the product of two numbers. Complete the missing part. What is the product? ഓക്കെ, ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്, ഇത് എന്തൊക്കെയാണെന്ന് ഫില്ല് ചെയ്യണം. ഇത് നമുക്ക് അറിയാം. 10 into 10 equal to 100. 10 into 10 equal to 100. 10 into 6 equal to 60. ഇവിടെ 18 ഉണ്ട്. അപ്പോൾ 6-നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 18 കിട്ടുക? 6 into 3 is equal to 18. 6 into 10 into 3 is equal to 30. ഇവിടെ ഇത് രണ്ട് നമ്പേഴ്സിനെയും ഇതുകൊണ്ട് ഗുണിച്ചാണ് എഴുതുക. ആദ്യത്തെ 10 into 10 100, 3 into 10 30. ഇനി അടുത്ത് വരുന്ന 10 into 6 60, 3 into 6 18. അപ്പോൾ ഇതാണ് ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കാം. When a number is multiplied by 17, the product is 2040. What will be the product if the next number is multiplied by 17? അപ്പോൾ ഏതോ ഒരു നമ്പറിനെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2040 കിട്ടുന്നു. ഏത് നമ്പറാണ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ 2040യെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 17 കൊണ്ടാണ് അല്ലേ. അപ്പോൾ 17 കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 120. അപ്പോൾ നമുക്ക് മനസ്സിലായി 120യെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2014 കിട്ടും. അപ്പോൾ അടുത്ത നമ്പറിനെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120 കഴിഞ്ഞാൽ 121 ഇൻറ്റു 17 നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2057 ആണ് ആൻസർ കിട്ടുക. 2057. ഓക്കെ, ആൻസർ 2057. സി ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മാച്ച് ചെയ്യാനാണ്. 21 into 8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 20 into 8 plus 1 into 8. അത് വരുന്നത് ദാ ഇവിടേക്കാണ്. 24-നെ എങ്ങനെ എഴുതാം? 20 into 8 4 into 8. അത് വരുന്നത് ദാ ഇവിടേക്കാണ്. 26 into 8 20 into 8 plus 6 into 8. അത് വരുന്നത് ഇവിടേക്കാണ്. 29 into 8 20 into 8 plus 9 into 8. അപ്പോൾ ശരി ഉത്തരം വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്, ഡി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3 4 2 1 3 4 2 1 ഇതല്ല, 3 4 2 1 ഇതല്ല, ഇതാണ് 3 4 2 1. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 4ബിയിലോട്ട് പോകാം. 4A കഴിഞ്ഞു, 4B. 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി കേട്ടോ. 25 into 15 equal to 375. Which of the following is equal to 25 into 16? ഇപ്പോൾ 25 into 15 എന്ന് 365. അപ്പോൾ 25 into 16 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 25 കൂട്ടിയാൽ മതി. എത്രയാണ് കിട്ടുക? 25 into 16 equal to 400. കാരണം ഇവിടെ 375 15 കൂടി 375 ആണ്. അപ്പം ഒന്നുകൂടെ കൂട്ടുമ്പോൾ 400 ആണ്. ഓക്കെ, ചോദിക്കുന്നത് 400ന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? 375 plus 25 ആണ് 400ന് ഈക്വൽ ആയിട്ടുള്ളത്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. സി ദ റെക്ടാങ്കുലർ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. 300 ആൻസർ കിട്ടണം. 30യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 300 കിട്ടുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. 10 into 30 equal to 300. 10 into 2 equal to 20. ഇനി ഇവിടെ 2വിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 കിട്ടുക? 3 ആണ്. അപ്പോൾ 3 into 2 equal to 6. 3 into 30 equal to 90. ഇതാണ് ആൻസർ. ഓക്കെ, സി ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് അറിയാമല്ലോ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. റൈറ്റ് 49 into 16 as a number multiplied by the same number. 49 into 16 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നത് ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരേ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആ നമ്പർ കിട്ടും. അത് ഏത് നമ്പർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് 49 into 16. 49 into 16 എന്ന് പറഞ്ഞാൽ 784 ആണ്. അപ്പോൾ ഏതോ ഒരു സംഖ്യയെ രണ്ട് പ്രാവശ്യം ഗുണിക്കുമ്പോൾ 784 കിട്ടും എന്നാണ് പറയുന്നത്. ആൻസർ ഈസ് 28 ആണ്. 28 into 28 എന്ന് പറയുന്നത് 784 ആണ്. ഓക്കെ, അപ്പോൾ 28 ആണ് ആൻസർ. സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഗുണിക്കുന്ന ആൻസർ കിട്ടുന്നത് ഇതിനാണ്. 28 into 28 equal to 784. ഇതിൻ്റെ ആൻസർ 784 ആണ്. അതുപോലെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 28ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 784 കിട്ടുക. ആൻസർ ഈസ് 28. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ഫസ്റ്റ് പിക്ചർ ആണ്. ഡ്രോ ദിസ് പിക്ചർ ഇൻ ദ ഗിവൺ മെഷേഴ്സ്. ഓക്കെ, ആൻഡ് ബി ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ റേഡിയസ് ഓഫ് സർക്കിൾ ഇൻ ദ സ്ക്വയർ? ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ട്വൈസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ തെറ്റാണ്. സ്ക്വയറിന്റെ സൈഡിന്റെ ഡബിൾ ആണ്. അല്ലല്ലോ, റേഡിയസ് എന്ന് പറയുന്നത് അല്ലല്ലോ. ഈക്വൽ ടു ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ഈക്വൽ ആണോ റേഡിയസ്? അല്ല. ഹാഫ് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, യെസ് കറക്റ്റ്. കാരണം എന്താ, സ്ക്വയറിന്റെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ സ്ക്വയറിന്റെ എങ്ങനെയാ വരിക? ഹാഫ് ആണ് റേഡിയസ്. ഇതാണ് സ്ക്വയർ. അപ്പൊ സ്ക്വയറിന്റെ ഹാഫ് ആണ് ഈ റേഡിയസ് എന്ന് പറയുന്നത്. ആൻസർ ഈസ് സി. സി ആണ് ആൻസർ. ഇനി അതിന്റെ 6th ക്വസ്റ്റ്യൻ പോലോട്ട് പോവാം. 6th ക്വസ്റ്റ്യൻ രണ്ട് പാർട്ട് ഉണ്ട്. 6A ആൻഡ് 6B ആണ്. ഫസ്റ്റ് 6A ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് പെൻ വിൽ ബി ദെയർ ഇഫ് 1164 pens are put in packets of 12 each? ഇവിടെ പറയുന്നത് 1164 പെൻ ഉണ്ട്. ഒരു പാക്കറ്റിൽ 12 ആണ് ഉള്ളത്. അങ്ങനെ എത്ര പാക്കറ്റ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ പെൻ എന്ന് പറയുന്നത് ടോട്ടൽ പെൻസ്, ടോട്ടൽ ആകെ പേനകൾ 1164 പേനകളാണ് ഉള്ളത്. ഒരു പാക്കറ്റിൽ 12 എണ്ണം ഉണ്ട്. ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അങ്ങനെ എത്ര പാക്കറ്റ് ഉണ്ട്? ഹൗ മെനി പാക്കറ്റ്സ് എന്ന് അറിയാൻ വേണ്ടി 1164 ഡിവൈഡഡ് ബൈ 12. ആൻസർ ഈസ് 97 ആണ് കിട്ടുക കേട്ടോ. 97 പാക്കറ്റ്സ് ആണ് ആൻസർ. ആൻസർ 6Aയുടെ A ക്വസ്റ്റ്യൻ്റെ ആൻസർ 97 പാക്കറ്റ്സ്. 97 പാക്കറ്റ്സ്. ഇവിടെ നോക്കാം. 10 into 7 is equal to 70. ബാലൻസ് ഈസ് 21. അപ്പോൾ ഇവിടെ 21 ആൻസർ കിട്ടണമെങ്കിൽ 7 into 3 is equal to 21. 21 minus 21 is equal to 0. 10 plus 3 is equal to 13. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഇതാണ് 70, 21, 3, 13. ഇതാണ് ആൻസർ. സി ക്വസ്റ്റ്യനിലോട്ട് പോവാം. സി, എ പാറ്റേൺ റിലേറ്റഡ് ടു ഡിവിഷൻ ഓഫ് 11 ഈസ് ഗിവൺ. 11ന്റെ ഒരു ടേബിൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നൽകിയിരിക്കുകയാണ്. 11ന്റെ ആ ഒരു ഡിവിഷന്റെ പാറ്റേൺ ആണിത്. 1 into 22. 1 into 22 എന്ന് പറഞ്ഞാൽ 22 ഭാഗം ഡിവിഷൻ 11 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു 2. ആൻസർ ഈസ് കറക്റ്റ്. അപ്പോൾ അതുപോലെ 22 into 22 എന്ന് പറഞ്ഞാൽ 44. 44നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 4. 66 ഡിവൈഡഡ് ബൈ 11 ആൻസർ ഈസ് 6. 88 ഡിവൈഡഡ് ബൈ 11 ആൻസർ ഈസ് 8. ഓക്കെ, അത് അങ്ങനെയാണ് എങ്കിൽ 10 into 22 ഡിവൈഡഡ് ബൈ 11ന് ഇതിൽ തുല്യമായിട്ടുള്ളത് ഏതാണ്? 10 into 2220 ഡിവൈഡഡ് ബൈ 11 ആൻസർ എത്രയാണ് കിട്ടുക? എങ്ങനെയാ വരിക? 20. അപ്പോൾ ഇവിടെ 20 ആണ് ആൻസർ വരുന്നത്. ഏതാണ്? 2 into 10 equal to ആണ് 20. ഓപ്ഷൻ ബി ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ 20 ആണ് ആൻസർ. 20 ആൻസർ വരുന്നത് 2 into 10 ആണ്. ഓക്കെ,
അടുത്ത നോക്കാം. അടുത്ത ചോദ്യം 6B പോവാം. 6B നമുക്ക് പോവാം. 6A കഴിഞ്ഞു. 6B ആണ് അടുത്ത് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് A question, write 1425 as certain times 12 and a remainder. എന്ന് പറഞ്ഞാൽ 1425നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിൻ്റെ കോഷ്യൻറ്റിനെ ഹോൾ പാർട്ടിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, 1425നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 118.75 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, റിമൈൻഡർ എത്രയെന്ന് കണ്ടെത്തുക. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താൻ നോക്കാം. 1425നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 108/75 ആണ്. ഇനി ഇതിൽ പൂർണ്ണമായിട്ടുള്ള പാർട്ട് എടുക്കുക. 118 × 12 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1416 ആണ് കിട്ടുക. ഇനി ഈ ആൻസറിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടും. 1425ൽ നിന്ന് 1416 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9. 9 is the answer. Okay, answer is 9. Remainder 9. B question നോക്കാം. Which of the following is written 128 as certain times 6 and a remainder? ഇതും അതുപോലെ തന്നെയാണ്. നോക്കാം. ഇവിടെ 6 നമുക്ക് റിമൈൻഡർ കിട്ടുന്നത്. ആൻസർ ഈസ് B ആണ് കേട്ടോ ആൻസർ. 21 × 6 + 2. B ആണ് ആൻസർ. അതിൽ C ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14, 23, 32 is a pattern of numbers when divided by 9 giving remainder 5. എന്നാൽ ഈ നമ്പേഴ്സിനെ 14 ആയാലും 14നെ ഇതിലെ ഓരോ നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ കിട്ടുമെന്ന് പറയാണ്. 1 × 9 = 9. റിമൈൻഡർ ഈസ് 5. അതുപോലെ 23 എടുത്താലും നമ്മൾ ചെയ്യുമ്പോൾ 9 കൊണ്ട് ചെയ്യുമ്പോൾ 18. റിമൈൻഡർ ഈസ് 5. അങ്ങനെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ will 103 be in this pattern? 103 ഈ പാറ്റേണിൽ വരുമോ? 103 വരുമോ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 × 9 = 9. 13. 1 × 9 9. റിമൈൻഡർ ഈസ് 4. അപ്പോൾ ഈ പാറ്റേണിൽ വരുമോ? നോ. എന്നാൽ കാരണം എഴുതണം. നോ. ഈ പാറ്റേണിൽ വരുമോ? നോ. ആൻസർ ഈസ് നോ. കാരണം the remainder obtained വൈയുടെ ആൻസർ ആണ്. the remainder obtained when 103 is divided by 9 is 4. റിമൈൻഡർ നമുക്ക് കിട്ടിയത് 103യെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 4 കിട്ടി. അതുകൊണ്ട് ഈ പാറ്റേണിൽ വരില്ല. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇതായിരുന്നു. വരയ്ക്കേണ്ടത് മാത്രം ടീച്ചർ പറഞ്ഞില്ല, ബാക്കി എല്ലാ ആൻസറും ടീച്ചർ പറഞ്ഞു. ഓക്കെ, എല്ലാവരും ആൻസർ നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്. ഓക്കെ, എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746
487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.